അജയിലേക്ക് വീണ്ടും. അജയ് നേരത്തെ സൂചിപ്പിച്ചിരുന്നു UAE-ലെ ആമസോണിൻ്റെ ഡേറ്റാ സെൻറ്ററിന് നേരെ ആക്രമണം ഉണ്ടായെന്ന്. പ്രത്യേകിച്ചും ഇറാൻ്റെ ഭാഗത്തു നിന്നാണ് ആ രീതിയിലുള്ളൊരു ആക്രമണം ഉണ്ടായത്. നിലവിൽ അവിടുത്തെ സാഹചര്യം എന്താണ്? അതിൻ്റെ പ്രവർത്തനം ഒരു തടസ്സപ്പെടുന്നൊരു സാഹചര്യമുണ്ടോ? ഡാറ്റാ സെൻറ്റർ അല്ലെങ്കിൽ ഈ ആമസോണിൻ്റേതായിട്ടുള്ള എന്തെങ്കിലും ഒരു കെട്ടിടം ആക്രമണത്തിന് വിധേയമായിട്ടുള്ള റിപ്പോർട്ടുകളില്ല. എന്നാൽ അവർക്ക് ഈ കണക്ഷൻ പ്രശ്നങ്ങൾ ഇവിടെ നിന്ന് നിരന്തരം നേരിടുന്നു. അതുപോലെ തന്നെ പവർ കണക്ടിവിറ്റി ഇഷ്യൂസ് ഒക്കെ വരുന്നു എന്നാണ് പറയുന്നത്. ഇതൊരു പക്ഷേ ഇവിടെ ഈ ആമസോൺ കേന്ദ്രങ്ങൾക്ക് നേരെ നടന്ന ആക്രമണമാകണം എന്നില്ല. ഇത് അവിടെയുള്ള ഈ ബഹ്റൈനിലും UAE-യിലുമുള്ള പല പവർ ഫെസിലിറ്റീസും ആക്രമണത്തിന് വിധേയമായിട്ടുണ്ട്. അതുപോലെ തന്നെ പല ഓയിൽ റിഫൈനറികളും ആക്രമിക്കപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഇതുവഴിയെല്ലാം ഒരു പവർ ഫ്ലക്ച്വേഷൻ, ഒരു പവർ ലോസ് ഉണ്ടായതാകാം ചിലപ്പോൾ ഇത്തരം ഒരു പ്രതിസന്ധിക്ക് കാരണമായത്. എന്തായാലും ഇതിനെ സംബന്ധിച്ചുള്ള വിവരങ്ങൾ ശേഖരിച്ചു കൊണ്ടിരിക്കുകയാണ് എന്നാണ് ആമസോൺ നിലവിൽ വ്യക്തമാക്കിയിട്ടുള്ളത്. അതുപോലെ തന്നെ ഇപ്പോൾ ഈ മേഖലയിലുള്ള പൗരന്മാരെ സംബന്ധിച്ചും ഇപ്പോൾ ആശങ്ക തുടർന്നുകൊണ്ടിരിക്കുകയാണ്. പല രാജ്യങ്ങളും തങ്ങളുടെ പൗരന്മാർക്ക് വേണ്ട മാർഗനിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട്. പക്ഷേ അതോടൊപ്പം അജയ്, ജെറുസലേമിൽ ഇറാന്റെ ആക്രമണമുണ്ടായി 9ഓളം പേർ കൊല്ലപ്പെട്ടു എന്ന റിപ്പോർട്ടുകളുണ്ട്. എപ്പോഴായിരുന്നു ഈ ജെറുസലേം കേന്ദ്രീകരിച്ചുള്ള ഇറാന്റെ ആക്രമണം? വലിയ നാശനഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ടോ? ഇത്തരത്തിൽ ഈ പല രാജ്യങ്ങൾ ജെറുസലേമിൽ ഇപ്പോൾ ഇന്ന് രാവിലെ മുതൽ തന്നെ അവിടെ കടുത്ത രീതിയിലുള്ള നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിരുന്നു. നിരന്തരം സൈറനുകൾ മുഴങ്ങിക്കൊണ്ടിരിക്കുകയാണ്. കടുത്ത രീതിയിലുള്ള ആക്രമണം തന്നെ അവിടെ പല മേഖലകളിലും നടന്നിട്ടുണ്ട്. പ്രധാനമായിട്ടും ഈ US-ന്റെ സൈനിക കേന്ദ്രങ്ങളെ ലക്ഷ്യമാക്കിയായിരുന്നു ആദ്യഘട്ടത്തിൽ ആക്രമണം നടന്നിരുന്നതെങ്കിൽ പിന്നീട് മറ്റു പല മേഖലകളിലേക്ക് കൂടി ഈ ആക്രമണം അത് പടരുകയായിരുന്നു. ഇപ്പോൾ പ്രധാനമായിട്ട് പല പുതിയ റിപ്പോർട്ടുകളെല്ലാം വരുന്നതെന്ന് പറഞ്ഞാൽ ഈ US-ഇസ്രായേലി അറ്റാക്ക് കാരണം ഇപ്പോൾ ഈ പശ്ചിമേഷ്യയിലുള്ള 131 നഗരങ്ങളെങ്കിലും അഫക്റ്റഡ് ആയിട്ടുണ്ട് എന്നാണ് ഒരു സർവേ സൂചിപ്പിക്കുന്നത്. ഇത്തരത്തിൽ പല മേഖലകളും നിശ്ചലമാകുന്ന ഒരവസ്ഥയുണ്ട്. മേഖലകളിൽ ഈ 3 രാജ്യങ്ങളും സംഘർഷം തുടർന്നാൽ ഇത് കൂടുതൽ രാജ്യങ്ങളെ അടക്കം ബാധിക്കാനുള്ള, രാജ്യങ്ങളെ കൂടുതൽ നഗരങ്ങളുടെ പ്രവർത്തനത്തെ ഉൾപ്പെടെ ബാധിക്കാനുള്ള സാധ്യതകളുണ്ട്. അതുപോലെ തന്നെ ഹോർമുസ് കടലിടുക്കിന്റെ പ്രവർത്തനം ഇപ്പോൾ ഏറെക്കുറെ നിലച്ച മട്ടാണ്. നിരവധി ഇന്ത്യക്കാർ, മലയാളികൾ ഈ രാജ്യങ്ങളിലൊക്കെ, ഈ പ്രശ്നബാധിത രാജ്യങ്ങളിലൊക്കെ താമസിക്കുന്നുണ്ട്, ജോലി ചെയ്യുന്നുണ്ട്. അവരുടെയൊക്കെ ഒരു സുരക്ഷയുമായി ബന്ധപ്പെട്ട